നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾ 19 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആർട്ടിക്കിൾ 19 മൗലികാവകാശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിൽ ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 19 ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കിയാൽ ആർട്ടിക്കിൾ 19(1)(a) എന്താണ് പറയുന്നത്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1)(a). എന്താണ്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1)(a). എന്താണ്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1)(a). ആർട്ടിക്കിൾ 19(1)(b) എന്താണ്? ആർട്ടിക്കിൾ 19(1)(b) നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1)(b). എന്താണ്? നിരായുധരായി സമാധാനപരമായിട്ട് ഒത്തുചേരാൻ. ആർട്ടിക്കിൾ 19(1)(a) സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ 19(1)(b) നിരായുധരായിട്ട് സമാധാനപരമായിട്ട് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1)(b) പറയുന്നത്. ആർട്ടിക്കിൾ 19(1)(c) എന്താണ് പറയുന്നത്? സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. എന്താണ്? ഇന്ത്യയിലെ ഓരോ പൗരനും എന്താണ്? സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനും അതിൻ്റെ ഭാഗമാകാനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(1)(c) പ്രകാരം ഭരണഘടന നൽകുന്നുണ്ട്. നമ്മുടെ മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ് സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(1)(d) എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 19(1)(d) പറയുന്നത് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1)(d). എന്താണ്? ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1)(d) പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 19(1)(a) സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. 19(1)(b) നിരായുധരായി സമാധാനപരമായിട്ട് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(1)(b) ആർട്ടിക്കിൾ 19(1)(c) സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1)(c). ആർട്ടിക്കിൾ 19(1)(d) പറയുന്നത് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അല്ലേ. ഇനി ആർട്ടിക്കിൾ 19(1)(e) പറയുന്നത് എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 19(1)(e) പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1)(e) എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 19(1) ഇവിടെ ഇ കഴിഞ്ഞിട്ട് എഫ് ആണ് വരേണ്ടത്. എഫ് ഇല്ല, പകരം ആർട്ടിക്കിൾ 19(1)(g) ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 19(1)(f) എവിടെ പോയി എന്ന് ചോദിച്ചാൽ സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായിരുന്നു 19(1)(f). 19(1)(f) എന്താണ്? സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായിരുന്നു. അത് 44-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശത്തിൽ നിന്നും എന്ത് ചെയ്തു? നീക്കം ചെയ്തു. അതുകൊണ്ടാണ് നമ്മളിവിടെ എഫ് പറയാത്തത്. അപ്പം ആർട്ടിക്കിൾ 19(1)(g) എന്താ പറയുന്നേ? ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായിട്ട് വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഓരോ ഇന്ത്യൻ പൗരന്മാർക്കുമുണ്ട്. എന്താണ് 19(1)(g) പറയുന്നത്? ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഓരോ ഇന്ത്യൻ പൗരനുമുണ്ടെന്നാണ് ആർട്ടിക്കിൾ 19(1)(g) പറയുന്നത്. അങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ നോക്കി. നമുക്ക് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഭരണഘടന തരുന്നത്. എന്തൊക്കെയാ? നമുക്ക് സംസാരിക്കാനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിരായുധരായിട്ട് സമാധാനപരമായിട്ട് ഒത്തുചേരുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്.
അല്ലേ? പക്ഷേ ഇത്രയും സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സൊസൈറ്റിയുടെ പല ചട്ടക്കൂടുകളിലും പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും, സ്ത്രീ പുരുഷ അങ്ങനെ ഒരു വ്യത്യാസവുമില്ല, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ആർക്കും, എല്ലാ ഇന്ത്യൻ പൗരനും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളാണിത്. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിരായുധരായിട്ട് സമാധാനമായിട്ട് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സംഘടനകളും പ്രസ്ഥാനങ്ങളും രാഷ്ട്രദ്രോഹപരമാകാൻ പാടില്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ദോഷകരമാകുന്ന രീതിയിലാകാൻ പാടില്ല. അത്തരത്തിലുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും അല്ല രൂപീകരിക്കേണ്ടത്. നമ്മൾ സംസാരവും ആശയപ്രകടനവും നടത്തുമ്പോൾ നമ്മുടെ നല്ല ആശയങ്ങളും നമുക്ക് പറയാനുള്ള കാര്യങ്ങളും തുറന്നു പറയുന്നതിനുള്ളതാണ്, മറിച്ച് അത് മറ്റൊരാളെ വേദനിപ്പിക്കാനും ഉപദ്രവിക്കാനുമുള്ളതാകാൻ പാടില്ല. നമുക്ക് നിരായുധരായിട്ട് സമാധാനപരമായിട്ട് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒത്തുചേരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നല്ല കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനും വികസനത്തെപ്പറ്റി ചർച്ച ചെയ്യാനും അങ്ങനെ നല്ല രീതിയിൽ എല്ലാത്തിനും ഒരു പോസിറ്റീവായ അർത്ഥത്തിലൂടെ വേണം നമ്മളിതിനെ കാണാൻ. ഇത്രയും സ്വാതന്ത്ര്യങ്ങൾ എനിക്കുണ്ടെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇപ്പോൾ എന്താ, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഏതെങ്കിലും ഒരു പൗരൻ അവൻ്റെ വീട്ടിൽ കയറി താമസിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല നമുക്ക് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മറ്റൊരാളുടെ അനുമതി ഇല്ലാതെ അയാളുടെ വീട്ടിൽ കയറി താമസിക്കുന്നതൊന്നും ഇതിൽ പെടില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോബാണ് താല്പര്യം, അതുകൊണ്ടാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നത്. ആ കഠിനാധ്വാനം ചെയ്ത് അത് നേടുന്നത് വരെ നിങ്ങൾക്ക് പരിശ്രമിക്കാനുള്ള സ്വാതന്ത്ര്യവും അത് നേടിയെടുത്ത് ആ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. ഇഷ്ടമുള്ള കച്ചവടം ചെയ്യാനും വ്യവസായം ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നുണ്ട്. ആ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ 6 അവകാശങ്ങളും രാജ്യത്തെ പൗരന്മാർക്കും രാജ്യത്തെ കമ്പനികളുടെ ഓഹരി ഉടമകൾക്കും മാത്രമേ ലഭിക്കൂ. അതായത് വിദേശികൾക്ക് ഇത് ലഭ്യമല്ല. ഈ 6 അവകാശങ്ങളും രാജ്യത്തെ പൗരന്മാർക്കും രാജ്യത്തെ കമ്പനികളുടെ ഓഹരി ഉടമകൾക്കും മാത്രമേ ലഭിക്കൂ, വിദേശികൾക്ക് ലഭ്യമല്ല. അതുപോലെ ഈ 6 അവകാശങ്ങളും സ്റ്റേറ്റിൻ്റെ നടപടികളിൽ നിന്ന് മാത്രമാണ് സംരക്ഷിക്കുന്നത്. മനസ്സിലായി? ഈ 6 അവകാശങ്ങളും സ്റ്റേറ്റിൻ്റെ നടപടികളിൽ നിന്ന് മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ നോക്കി. ആ 6 സ്വാതന്ത്ര്യങ്ങളെയും അവകാശങ്ങളെ ഒന്നുകൂടി പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമുണ്ട്, സമ്മേളന സ്വാതന്ത്ര്യമുണ്ട്, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, പാർപ്പിട സ്വാതന്ത്ര്യമുണ്ട്, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തൊക്കെയാണ്? തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്, പാർപ്പിട സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ എന്താണ്? സമ്മേളന സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായവും അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമുണ്ട്.